കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം പ്രിയ ശാലോം പ്രേക്ഷകരെ, മന്നയുടെ ഈ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടുകൂടി ആയിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ ബിജു പാണങ്ങാടൻ അച്ഛനാണ്. അച്ഛനിലൂടെ നമുക്കൊരു പുതിയ വിഷയത്തെക്കുറിച്ച് ശ്രവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധമ്മയുടെ ഭക്തി വളരെ കൂടുതലായി വരുന്നൊരു കാലഘട്ടമാണ്. ജപമാല ഭക്തി അനേകം രാജ്യങ്ങളിലും അനേകം സ്ഥലങ്ങളിലും വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഒരുപക്ഷെ അച്ഛൻ്റെ ജീവിതത്തിൽ തന്നെ മരിയ ഭക്തി, ജപമാല ഭക്തി വളരെ വലിയ അളവിൽ തന്നെ അച്ഛൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ജപമാല ഭക്തിയെക്കുറിച്ച് അച്ഛൻ്റെ അനുഭവത്തിലൂടെ ഒന്ന് പങ്കുവയ്ക്കാവോ? ജപമാല ഭക്തി ഇക്കാലത്ത് ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. കുടുംബങ്ങളിലെ വിശുദ്ധ കുർബാനയാണ് ജപമാല എന്ന് പറയാം. മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ ജപമാല ഭക്തിയുടെ ഒരു പശ്ചാത്തലം കുഞ്ഞുനാൾ മുതലേ എല്ലാ മക്കളിലും തുടങ്ങി വയ്ക്കുന്നുണ്ട്. പിന്നീട് മറ്റേത് വിശുദ്ധരെക്കാളും കൂടുതലായി എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അമ്മ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടോ, ഇതുപോലെ തന്നെയാണ് ആത്മീയ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് പേര് മറ്റേത് വിശുദ്ധരെക്കാൾ അധികമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യപ്രകാരമാണ് സഞ്ചരിക്കുന്ന ആദ്യത്തെ ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം എന്നൊക്കെ നാം വിളിച്ചു തുടങ്ങും മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ ഈശോയുമായിട്ട് യാത്ര ചെയ്തിരുന്നു. നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ ശിഷ്യരോടൊത്ത് ഈശോയോടൊത്ത് ആദ്യകാല വിശുദ്ധരായ വ്യക്തികളോടുകൂടിയൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്നും അച്ഛ അനേകരുടെ ജീവിതത്തിൽ പരിശുദ്ധമ്മ ഇടപെടുന്നുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ പരിശുദ്ധമ്മയുടെ യഥാർത്ഥ സാന്നിധ്യം അനുഭവിച്ച ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാവോ? എൻ്റെ ഇടവകപ്പള്ളി എന്ന് പറയുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ കരുമത്ര പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെ ഇടവകപ്പള്ളിയാണ്. കുഞ്ഞുനാൾ മുതലേ എൻ്റെ ദൈവവിളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. ഒരു പക്ഷേ ഇന്നൊരു പുരോഹിതനായി ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അഭിമാനത്തോടെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, എനിക്ക് മധ്യസ്ഥയായി എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവാണെന്ന്. മാതാവിനോടുള്ള ഇഷ്ടത്തെ പ്രതി എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നൊരു കൊച്ചു കാര്യമുണ്ട്. മാതാവിൻ്റെ 3 തിരുസ്വരൂപങ്ങൾ മനസ്സിൽ കണ്ട്
3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഞാൻ തുടങ്ങാറുള്ളൂ. ഒന്നാമത്തേത്, പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുസ്വരൂപം മനസ്സിൽ കണ്ട് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധ ലൂർദ് മാതാവെ, വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്യാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. രണ്ടാമത്തേത്, നിത്യസഹായ മാതാവിൻ്റെ തിരുസ്വരൂപം മനസ്സിൽ കണ്ട് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ഇന്നത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. മൂന്നാമത്തേത്, വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുസ്വരൂപം മനസ്സിൽ കണ്ട് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, വിശ്വസ്തയോടെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന്. മാതാവിൻ്റെ 3 തിരുസ്വരൂപങ്ങൾ കണ്ട് 3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിച്ച് ഓരോ ദിവസവും എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ എത്രയും ദയുള്ള മാതാവി എന്നുള്ള പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് പോലെ അപേക്ഷിക്കുന്നവർ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മ മധ്യസ്ഥയായി എൻ്റെ കൂടെ ഉണ്ടാകുന്ന അനുഭവം ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചറിയാം. വിശുദ്ധ മദർ തെരേസ ഇങ്ങനെയാണ് പറയാൻ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കുക, അവൻ നിന്നെ ഒരിക്കലും കൈവിടില്ല എന്ന്. എൻ്റെ ജീവിതത്തിൽ മദർ തെരേസ പറയുന്ന ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് എവിടെയും പറയാൻ എനിക്ക് സന്തോഷവും. ഒരു വലിയ സത്യം ഇപ്രകാരമാണ്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥമൊക്കെ എല്ലാവരുടെയും കൈകളിലെത്തിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. അതിന് മുമ്പേ ഉള്ള പഴയ കാലഘട്ടം എടുത്തു നോക്കിയാൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കാൾ കൂടുതലായി ജപമാലയായിരുന്നു വിശുദ്ധ ഗ്രന്ഥമായിട്ട് പഴയ ആളുകളുടെ മനസ്സിലും പ്രാർത്ഥനയിലും ഉണ്ടായിരുന്നത്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ പഴയകാല പൂർവികരായ മാതാപിതാക്കന്മാരൊക്കെ അവരുടെ കാലഘട്ടങ്ങളിലൊക്കെ ജപമാലയില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ ജനനം മുതൽ പരസ്യജീവിതം, മരണം, ഉത്ഥാനം എല്ലാം ഒരു ദിവസം അവർ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അല്ല എങ്കിലും ജപമാലയുടെ കടന്നു പോയിട്ടുണ്ട്. ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുമ്പോൾ ഈ രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സഭാ പശ്ചാത്തലത്തെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? പരിശുദ്ധ അമ്മയെക്കുറിച്ച് 2-ാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് കത്തോലിക്ക തിരുസഭയുടെ ഭാഗ്യമാണ്, പുണ്യമാണ് പരിശുദ്ധ അമ്മയെന്നാണ്. വീണ്ടും കത്തോലിക്ക തിരുസഭയ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിപ്പിക്കും, ക്രിസ്തു കഴിഞ്ഞാൽ തിരുസഭയിൽ ഏറ്റവും ഉന്നതവും നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയമെന്ന്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ക്രിസ്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരിക്കേണ്ടത്, ബന്ധമുണ്ടായിരിക്കേണ്ടത് പരിശുദ്ധ അമ്മയോടാണ്. ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധനായ ചാവറ ഏലിയാസച്ചൻ പറയും, ജപമാല എന്ന് പറയുന്നത് ചരടിൽ തൂക്കിയിട്ട ബൈബിളാണെന്ന്. ഈശോയുടെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈശോയുടെ കൂടെയുള്ളൊരു സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. അപ്പോൾ ഈശോയോടുകൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഈ അമ്മയുടെ മാധ്യസ്ഥ്യം ഈ വ്യക്തിയിലേക്കും കടന്നു വരുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് ഓരോ ജപമാല പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുമ്പോഴും സംഭവിക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാനായിലെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത്. ഇന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി പറയും, ഈശോയെ അവരുടെ കാര്യത്തിൽ ഇടപെടണമെന്ന്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മാതാവിനെ കുറിച്ചുള്ളൊരു ചാക്രിക ലേഖനമാണ് മറിയം തീർത്ഥാടക എന്നുള്ളത്. അതിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: നിനക്കും യേശുവിനും മധ്യേ, നിന്റെ കുടുംബത്തിനും യേശുവിനും മധ്യേ മധ്യസ്ഥയായി നിലകൊള്ളുന്നവളാണ് പരിശുദ്ധ അമ്മയെന്ന്. അപ്പം അക്ഷരാർത്ഥത്തിൽ
പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മുന്നിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്നവളാണ് പരിശുദ്ധ അമ്മയെന്ന് നമ്മൾ അനുഭവിച്ചറിയണം. പരിശുദ്ധ അമ്മയുടെ അനേകം സ്ഥലങ്ങളിലെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്, ഇന്നും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ പ്രത്യേക കാരണങ്ങളുണ്ടായിരിക്കാം. ഈ കാലഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. സഭാപരമായിട്ട് നോക്കുകയാണെങ്കിൽ എപ്രകാരമാണ് നമുക്കതിനൊന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കുക? പരിശുദ്ധ അമ്മ ഓരോ സ്ഥലത്തും പ്രത്യക്ഷപ്പെടുമ്പോൾ കൃത്യമായ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നൊക്കെ പരിശുദ്ധ അമ്മ സന്ദേശമായിട്ട് നൽകുന്നുണ്ട്. ഞാൻ അതിനെ നോക്കിക്കാണുന്നത് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ഈശോയുടെ രക്ഷയിൽ പങ്കുപറ്റാൻ നമ്മളെ ഒരുക്കുന്ന ഒരു ആഹ്വാനമായിട്ടാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നോക്കിക്കാണുന്നത്. ഓരോ സ്ഥലങ്ങളെടുത്ത് നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു ഉൾക്കാഴ്ച കിട്ടുന്ന രീതിയിലുള്ള സന്ദേശമാണ് ഓരോ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലും വെളിപ്പെടുത്തപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പരിശുദ്ധ അമ്മ. ഞാൻ പ്രകാരം അച്ഛൻ്റെ തന്നെ ശ്രവിച്ചിട്ടുണ്ട് ഒരിക്കൽ പരിശുദ്ധ അമ്മയുടെ 3 പ്രത്യേക ഒരു അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ 3 പ്രത്യേക സാന്നിധ്യങ്ങൾ ജോൺ പോൾ പാപ്പ പറഞ്ഞതിനെക്കുറിച്ച്. അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പങ്കുവയ്ക്കാവോ? എല്ലാ മാർപ്പാപ്പമാരും മരിയഭക്തിയെക്കുറിച്ച് ഏറെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതിൽ വെച്ച് വിശുദ്ധനാ ജോൺ പോൾ II മാർപ്പാപ്പ മാതാവിനെക്കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ജോൺ പോൾ II മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: പരിശുദ്ധ കന്യകാമറിയം നിനക്ക് മാതാവായിരിക്കണം, പരിശുദ്ധ കന്യകാമറിയം നിനക്ക് മാതൃകയായിരിക്കണം, പരിശുദ്ധ കന്യകാമറിയം നിനക്ക് മധ്യസ്ഥയായിരിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും മാതാവായി, മാതൃകയായി, മധ്യസ്ഥയായി പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാകണമെന്നാണ് ജോൺ പോൾ II മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നത്. മാതാവാകണമെന്ന് പറയുമ്പോൾ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ മക്കൾക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ജയിൽ സന്ദർശനത്തിന് പോയപ്പോൾ അവിടെ കുറ്റവാളിയായി കഴിയുന്നൊരു മകന് അമ്മ എഴുതിയ കത്തിലെ ഉള്ളടക്കം, അമ്മ മകനോട് പറയുകയാണ്, നീ ഇനി പാപം ചെയ്യരുത്, ചെയ്ത തെറ്റ് ആവർത്തിക്കരുത്. അപ്പോൾ ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കി വന്ന അമ്മ മകന് കൊടുക്കുന്ന ഒരു സന്ദേശം, നീ ഇനി പാപം ചെയ്യരുത്, ചെയ്ത തെറ്റ് ആവർത്തിക്കരുത് എന്നാണെങ്കിൽ ആത്മീയ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ഇത് തന്നെയാണ് പറയുക. അവൻ നിങ്ങളോട് പറയുന്നത് മാത്രം ചെയ്യുക, അവൻ പറയാത്തത് ചെയ്യരുത്. പ്രഭാഷകൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-ാമത്തെ വചനം, പാപം ആവർത്തിക്കരുത്. ഇപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശുദ്ധ അമ്മ എപ്പോഴും ഒരമ്മയുടെ വാത്സല്യത്തോടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാതൃകയാകണമെന്ന് പറയുമ്പോൾ വത്തിക്കാൻ കൗൺസിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും, മേരി ഈസ് ദ ഫസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ് ആൻഡ് മോഡൽ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. പരിശുദ്ധ അമ്മ ഈശോയുടെ ആദ്യത്തെ ശിഷ്യയാണ്, അതേസമയം ശിഷ്യത്വത്തിൻ്റെ ഉദാത്ത മാതൃകയാണ്. നമ്മൾ ക്രിസ്തു ശിഷ്യരാണെങ്കിൽ ജോൺ പോൾ II മാർപ്പാപ്പ പറയും, നിൻ്റെ മുന്നിലുള്ള മാതൃക ആദ്യത്തെ ശിഷ്യയായ പരിശുദ്ധ അമ്മയാണ്. എങ്ങനെയാണ് മാതൃകയാകുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക്, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. എല്ലാറ്റിലും ദൈവത്തിന്, ദൈവിക കാര്യങ്ങൾക്ക്, ദൈവഹിതത്തിന് പ്രയോറിറ്റി. അതാണ് മദർ തെരേസയുടെ ആപ്തവാക്യം, ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ഓൾ ഇൻ ഓൾ.
എനിക്കെല്ലാറ്റിലും എല്ലാം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് പരിശുദ്ധ അമ്മ മാതൃകയാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത് മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും, എത്ര കുറവുകളുണ്ടെങ്കിൽ പോലും ഒരമ്മയ്ക്ക് ഒരിക്കലും മകനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, മറക്കാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യത്തിലും. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കൊരുപാട് കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥയാണ്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു അമ്മയാണ്. നമ്മളോട് ചേർന്ന് എല്ലാ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം ലഭിക്കാൻ നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് മാതാവും മാതൃകയും മധ്യസ്ഥയുമാകണമെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു കുടുംബം ആകുന്നത് ആ കുടുംബത്തിൽ അമ്മയുള്ളപ്പോഴാണ്. അമ്മയില്ല എങ്കിൽ ആ കുടുംബമാകുന്നില്ല. കത്തോലിക്കാ സഭയുടെ പുണ്യങ്ങളിലൊന്നാണ് പരിശുദ്ധ അമ്മ. അമ്മയില്ലാത്ത ഒരു സഭയെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അച്ഛാ, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അനേകം ചെറിയ സഭകൾ മാതാവിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അനേകം പേര് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുമുണ്ട്. എപ്രകാരമായിരിക്കും അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സന്ദേശം എപ്രകാരമായിരിക്കും? മറ്റ് പല സഭാവിഭാഗങ്ങൾ മറിയഭക്തിയെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ വിമർശിച്ചതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം ഒരിക്കലും നഷ്ടമാകുന്നില്ല. കാർഡിനൽ ന്യൂമാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പെന്തക്കോസ്ത സഭാവിഭാഗങ്ങളിലേക്ക് പോയി അദ്ദേഹം പിന്നീട് തിരിച്ചറിവ് വന്ന് കത്തോലിക്ക തിരുസഭയിലേക്ക് വരുന്നുണ്ട്. കത്തോലിക്ക തിരുസഭയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. അമ്മയില്ലാത്ത കുടുംബത്തിൽ നിന്ന് അമ്മയുള്ള തറവാട്ടിലേക്ക് ഞാൻ വന്നുവെന്ന്. വാക്കുകൾ വളരെ അർത്ഥവത്താണ്. അമ്മയില്ലാത്ത കുടുംബം, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും മക്കളും വളരെ ചുരുക്കം പേര്. പക്ഷെ അമ്മയുള്ളൊരു തറവാട് എന്ന് പറയുമ്പോൾ വലിയ ഒരു കുടുംബമാണ്, വലിയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ കാർന്നത്യാർ എന്നുള്ള രീതിയിൽ, അമ്മൂമ്മ എന്നുള്ള രീതിയിൽ അവിടെ അമ്മയുണ്ട്. അപ്പം അമ്മയില്ലാത്ത കുടുംബത്തിൽ നിന്ന് അമ്മയുള്ള കുടുംബത്തിലേക്ക് ഞാൻ കടന്നു വന്നാണ് കാർഡിനൽ ന്യൂമാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളവർ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരിഹസിച്ച് വിമർശിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ അറിവില്ലായ്മയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇങ്ങനെ ഇല്ല, അല്ലെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ പറഞ്ഞു വരുന്നവർ കൗൺസിലിങ്ങിനും ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് നമ്മൾ ജപമാല പ്രാർത്ഥന അവരോട് ആവശ്യപ്പെടുമ്പോൾ അക്രൈസ്തവ സഹോദരങ്ങളിൽ പോലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മയുടെ വാത്സല്യം, അമ്മയുടെ കരുതൽ, അമ്മയുടെ മാധ്യസ്ഥ അനുഭവപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് മറ്റുള്ള സഭാവിഭാഗങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതിലല്ല, അതിനപ്പുറത്ത് തൻ്റെ അമ്മയെ സ്നേഹിക്കണം, തൻ്റെ അമ്മയെ ബഹുമാനിക്കണമെന്ന് പുത്രനായ ഈശോ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂദാശകളൊക്കെയുള്ള ഈ കത്തോലിക്ക തിരുസഭയിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഇത്രമാത്രം വർദ്ധിച്ചു വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പലപ്പോഴും പലരും പറയാനുള്ളൊരു കാര്യമാണ്, ജപമാല ചെല്ലുമ്പം കുറേ സമയം വേണം. വളരെ തിരക്ക് പിടിച്ച ജീവിതശൈലിയാണ്. ഒരുപക്ഷെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരാണ്, മക്കൾ പഠിക്കുന്നവരാണ്. തിരികെ വരുമ്പം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ക്ഷീണിതരായിരിക്കും, പിന്നെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടാറില്ല എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട്. സത്യത്തിൽ ഈ തിരക്കിനിടയിലും പ്രാർത്ഥിക്കുന്ന അനേകരെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഈ തിരക്കാണ് എന്ന് പറയുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് നേരം കിട്ടുന്നില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് അച്ഛൻ്റെ അനുഭവങ്ങളിലൂടെ എങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നൊന്ന് പങ്കുവെച്ചാകും. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അവരുടെ അലസതയുടെ ഒരു ലക്ഷണമായിട്ടാണ്.
ഒരുപാട് ജോലി തിരക്കുകളുള്ള മനുഷ്യർ ഒരുപാട് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു KSRTC ഡ്രൈവറെ പരിചയപ്പെട്ടു. തൃശ്ശൂർക്കാരനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ KSRTC ബസ് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട് ചെന്ന് കോഴിക്കോട് നിന്ന് തിരികെ തൃശ്ശൂരെത്താൻ എന്തുമാത്രം സമയമെടുക്കുമെന്ന്. അപ്പോൾ ആ സഹോദരൻ എന്നോട് സന്തോഷത്തോടെ പറഞ്ഞു, ഈ ബസ് ഇവിടെ നിന്ന് പുറപ്പെട്ട് തിരികെ ഇവിടെ വരാൻ വേണ്ട സമയമെന്ന് പറയുന്നത് 23 കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണെന്ന്. വാച്ചിലെ സമയമോ ക്ലോക്കിലെ സമയമല്ല. അച്ഛാ, 23 കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് എനിക്ക് ഈ ഒരു ട്രിപ്പ് ബസ് ഓടിക്കേണ്ട സമയമെന്ന്. തൃശ്ശൂരിലെ തന്നെ പച്ചക്കറി മാർക്കറ്റിൽ പുലർച്ചെ 3 മണി മുതൽ പണിയെടുക്കുന്ന ചുമട്ടുതൊഴിലാളികൾ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ആ സഹോദരങ്ങളോട് ചോദിക്കുക, എത്ര സമയം നിങ്ങൾ പണിയെടുക്കണമെന്ന്. ആ സഹോദരങ്ങൾ എന്നോട് പറയും, അച്ഛാ, പുലർച്ചെ 3 മണി മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് 16 കൊന്ത ചെല്ലുന്ന സമയമാണ് ഞങ്ങൾക്കവിടെ പണിയെടുക്കേണ്ടി വരുന്നതെന്ന്. ഇപ്പോൾ KSRTC ഡ്രൈവർ ബസ് ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ ബസ്സിലിരുന്ന് കൊന്ത ചെല്ലുകയല്ലല്ലോ. ആ പാവപ്പെട്ട സഹോദരൻ പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നു. ചുമട്ടുതൊഴിലാളി പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവനും അവൻ്റെ പണി മാറ്റി വെച്ചിരുന്ന് കൊന്ത ചെല്ലുകയല്ലല്ലോ. പണിയുടെ ഇടയിലും അവൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊക്കെ അറിയാവുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ നമ്മൾ വാനോളം പുകഴ്ത്താറുണ്ട്. ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജി എന്ന് പറയുന്ന മനുഷ്യന് നമ്മളെക്കാളൊക്കെ എന്തുമാത്രം തിരക്കാണുള്ളത്. പക്ഷെ അദ്ദേഹം പറയും, ഞാൻ ഒരു ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് 2 കാര്യങ്ങളാണ്. 1, അനുദിനമുള്ള വിശുദ്ധ കുർബാന അർപ്പണം. 2, അനുദിനമുള്ള ജപമാല പ്രാർത്ഥന. ദീർഘദൂര യാത്രകളുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് ചിലപ്പോൾ എനിക്ക് സാധിക്കാറില്ല. പക്ഷെ ജപമാല പ്രാർത്ഥന ഒരിക്കലും മുടങ്ങാറില്ലെന്ന് ആ മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ളൊരു മനുഷ്യന് പോലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ഒരു പാവപ്പെട്ട ചുമട്ടുതൊഴിലാളിക്ക് പോലും 16 കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ഞാനെപ്പോഴും പറയും, നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് വലിയ വലിയ വാക്കുകളൊന്നും ആകണമെന്നുമില്ല. മാതാവിനോടുള്ള ഇഷ്ടത്തെ പ്രതി ഒരു കൊന്ത, ഒരു രഹസ്യം, ഒരു നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന, ഒരു സുഗന്ധ ജപം ചൊല്ലാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെയുള്ള ഒരു ബോധ്യമാണ് ഈ പ്രാർത്ഥിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പലരുടെ അനുഭവത്തിലൂടെ, എൻ്റെ അനുഭവത്തിൽ നിന്നും പറയാനുള്ള സന്ദേശം. പലരും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ മക്കളുടെ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും അനുസരണക്കേടിനെക്കുറിച്ചും പഠിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പറയാറുണ്ട്. അപ്പം അനേകരുടെയും സാക്ഷ്യം ഇപ്രകാരമായിരിക്കും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ജപമാല കഴുത്തിൽ അണിയിക്കാൻ പറഞ്ഞു, കുട്ടിയുടെ നിർബന്ധ ബുദ്ധിയുടെ മുമ്പിൽ ജപമാല പ്രാർത്ഥന, അതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക, മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക, ഇങ്ങനെ അനേകം പ്രാർത്ഥനകളും പ്രാർത്ഥനാ രീതികളൊക്കെ കത്തോലിക്ക സഭയിൽ കുട്ടികൾക്ക് വേണ്ടിയുണ്ട്. അച്ഛൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കൊച്ചു കുട്ടികൾക്കൊക്കെ എത്രമാത്രം ശക്തമായ സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ ജപമാലയിൽ നിന്ന് ലഭിക്കാറുണ്ട്? അച്ഛന് അനേക അനുഭവങ്ങളുണ്ടായിരിക്കാം, അതിനെക്കുറിച്ചൊന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജപമാല കഴുത്തിൽ അണിയുന്ന ഒരാളാണ്. ഇതുകൂടാതെ തന്നെ എൻ്റെ പോക്കറ്റിലും ജപമാല ഉണ്ടാകും. ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ, കുമ്പസാരിപ്പിക്കാനിരിക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഒരു ജപമാല ഉണ്ടാകും. ഈ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്നത് ശക്തമായ ആയുധമാണ് ജപമാല എന്നാണ്. പിശാചിനെ ചെറുത്ത് നിൽക്കാൻ, പൈശാചിക ശക്തികളെ നേരിടാൻ നമ്മുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് ജപമാല എന്ന് പറയാം. അപ്പോൾ ജപമാല ധരിക്കുന്നത്, ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത്, മാതാവിനോടുള്ള ഭക്തി മൂലം വെന്തിങ്ങ ധരിക്കുന്നത്, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മെഡലുകൾ ധരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു വലിയ ആയുധമാണ്. ആയുധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്കത് സംരക്ഷണവും കൂടിയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുമ്പോൾ
അത് മാതാവിൻ്റെ വലിയൊരു സംരക്ഷണത്തിനുള്ള ഉപാധികളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രാർത്ഥന വേളാങ്കണ്ണിയിൽ ചൊല്ലുന്നത് പ്രിൻ്റ് ചെയ്ത് എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്നവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഏത് തരത്തിലുള്ള പ്രശ്നം പറഞ്ഞു വരുന്നവർക്കും ഞാൻ കൊടുക്കാറുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ അനുദിനമുള്ള വിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കോളൂ എന്നുള്ളതാണ്. ഈ ജപമാലയും വിശുദ്ധ കുർബാനയുമാണ് ഏതൊരു കാര്യത്തിനുമുള്ള ഒറ്റമൂലിയായിട്ട് ഔഷധമായിട്ട് കൗൺസിലിംഗ് ശുശ്രൂഷയിൽ ഞാൻ നിർദ്ദേശിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രായോഗികമാക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ജപമാലയെക്കുറിച്ച് അനേകം വലിയ പഠനങ്ങളല്ല, പക്ഷേ ആഴമായ ബോധ്യങ്ങൾ നമുക്ക് പങ്കുവച്ചു തന്നിരിക്കുന്നു. നമുക്കറിയാം ജപമാല ഭക്തി ഒരു ശക്തിയാണ്, ഒരു സംരക്ഷണമാണ്. ഒരിക്കൽ ബീഹാറിൽ നിന്നൊരച്ഛൻ ഇപ്രകാരം പങ്കുവച്ചു. അച്ഛൻ ഒരിക്കലും ലോക്കൽ ട്രെയിനിൽ കയറിയ സമയത്ത് അതിൽ സാധാരണയിൽ അവിടെയൊക്കെ ലോക്കൽ ട്രെയിനിൽ ആരും ടിക്കറ്റ് എടുക്കാതെ അങ്ങോട്ട് കയറുന്നത്. അപ്പോൾ ഇത് പോലീസുകാർക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് ഇവർ ട്രെയിൻ വിട്ട് കഴിയുമ്പോൾ പോലീസുകാർ ഓടി ട്രെയിനിലേക്ക് വരികയും കുറേ പേരെ ഇങ്ങനെ അവരുടെ ലാത്തി കൊണ്ട് വടി കൊണ്ട് അടിച്ച് അവരിൽ നിന്ന് പൈസ വാങ്ങിക്കും. ഈ അച്ഛൻ ആകെ ഓടിച്ചെന്ന് കയറിയത് ഈ ട്രെയിനിലാണ്. പക്ഷെ അച്ഛൻ അറിയില്ലായിരുന്നു ഈ ട്രെയിനാണെന്നുള്ളത്. അച്ഛൻ കയറിയ ഉടനെ തന്നെ അച്ഛൻ്റെ ടിക്കറ്റുണ്ട്. കയറിയ ഉടനെ തന്നെ അച്ഛൻ ജപമാല എടുത്ത് ചൊല്ലാൻ ആരംഭിച്ചു. പെട്ടെന്നാണ് പോലീസുകാർ ഓടി വന്ന് അടി തുടങ്ങിയത്. അച്ഛൻ ഇപ്രകാരം പറയുകയാണ്, അച്ഛൻ ഇരുന്ന ഭാഗത്തേക്ക് പോലീസുകാരൻ ഈ വടിയുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ പോലീസുകാരൻ അവിടെ നിന്നു. മറ്റുള്ളവരെയൊക്കെ അടിച്ചെങ്കിലും ഈ പോലീസുകാരൻ അച്ഛനെ തൊടാതെ കടന്നുപോയി. 2 പ്രാവശ്യം ഇപ്രകാരം സംഭവിച്ചു. 3ാമത്തെ പ്രാവശ്യം അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ അച്ഛൻ ഇറങ്ങുന്ന സമയത്ത് ഒരു വിജാതീയനായ പോലീസുകാരൻ ഭവ്യതയോടുകൂടി വഴി മാറിക്കൊടുത്ത് അച്ഛനെ പുറത്തേക്ക് വിട്ടു. അച്ഛൻ്റെ ഒരു ഡ്രസ്സ് പോലും അച്ഛൻ അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ ഒരടയാളം പോലും അദ്ദേഹത്തിൻ്റെ പുറമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ കയ്യിൽ വലിയ ആയുധമായ ജപമാല ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം വലിയ ആഴമായ ബോധ്യങ്ങളിലൂടെയൊക്കെ ബിജു അച്ഛൻ നമ്മെ നയിക്കുകയായിരുന്നു. ഇത്രയും നേരം നമ്മോടുകൂടി ആയിരിക്കുകയും ഇത്രമാത്രം വലിയ ജപമാല രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത അച്ഛന് ദൈവനാമത്തിൽ നമുക്ക് നന്ദി പറയാം. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ